കനത്ത ചൂടിനെ തുടർന്ന് വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ 8 പേർക്ക് സൂര്യാതപമേറ്റുവെന്ന വാർത്തയും വന്നു. ഇടുക്കി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് സൂര്യാതപമേറ്റത്. ഇന്നൊരു 11:30 ആയിട്ടുണ്ടാവും, 11:30 മണിക്ക്. ഞാൻ കിണറിൽ വെള്ളം കുറവായതുകൊണ്ട് പിന്നെ എത്ര വെള്ളം ഉണ്ടോ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ താഴോട്ട് ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ കിണറ്റിലേക്ക് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഒരു തൊട്ടി വെള്ളം കോരി കഴിഞ്ഞ് അന്നേരം തന്നെ എനിക്ക് ഇവിടെ ഈ ഇത്രയും ഭാഗത്ത് ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. ഈ ഇത്രയും ഭാഗത്ത് ഭയങ്കര തീ കത്തുന്ന പോലെ. ഞാൻ പെട്ടെന്ന് കയറി ഇവിടെ വന്നു. പെട്ടെന്ന് കയറി അകത്ത് വന്നു കഴിഞ്ഞിട്ട് അമ്മയെ കാണിച്ചു. അമ്മ പറഞ്ഞ സൂര്യാഘാതമായിട്ടാണ്. കൊല്ലം കുന്നിക്കോട് വയോധികനെ കൃഷിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യാഘാതമേറ്റു ആണ് മരണമെന്നതാണ് സംശയം. കനത്ത ചൂട് തുടരുന്ന മൂന്നാറിൽ സ്ഥിതി അപകടകരമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന നിലയിലെത്തി. ആ ഇൻഡെക്സ് 8 എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കളക്ടർ പറഞ്ഞത് കേൾക്കാം. നമ്മൾ ഇടുക്കിയെ സംബന്ധിച്ചൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും, മൂന്നാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അവിടെയുള്ള അൾട്രാ വയലറ്റ് ഇൻഡെക്സ്, UV ഇൻഡെക്സ് വളരെ കൂടുതലായിട്ടാണ്. 8 മുകളിലൊക്കെയാണ് പലപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. 8 മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു വെരി ഹൈ അലേർട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. ഒരു 11 ആകുമ്പോഴത്തേക്ക് എക്സ്ട്രീം സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു വെരി ഹൈ അലേർട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ UV റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഏൽക്കുന്നത് നമ്മുടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാകുമെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച് നമ്മൾ പത്രക്കുറിപ്പ് നൽകുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി തത്സമയം ഗുഡ് ഈവനിംഗ് 24-ൽ. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ, കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ, കണ്ണൂരിൽ നിന്ന് ഗോകുൽ K വേണുഗോപാൽ. ആദ്യം ജിബിൻ JBയിലേക്കാണ്. ജിബിൻ, കഴിഞ്ഞ ദിവസങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു ദീർഘമായ കുറിപ്പുണ്ടായിരുന്നു. അതിൽ സെൽഫ് ലോക്ക്ഡൌൺ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി K രാജനും പറയുന്നത് ആളുകൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നതും പുറത്തിറങ്ങാതെ, അതും അനാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുക, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് എന്നൊക്കെ. ഏതായാലും ആളുകൾക്ക് പലപ്പോഴും പുറത്തിറങ്ങേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിപ്പോൾ വിശദീകരിച്ച ഒരു ഉന്നതതല അവലോകന യോഗം ചേർന്നല്ലോ വിഷയത്തിൽ. അനുജ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല അവലോകന യോഗം ചേർന്നത്. കാരണം ഈ ചൂടിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും സ്വയം പ്രതിരോധിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. കാരണം ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. നേരത്തെ അനുജ പറഞ്ഞതുപോലെ തന്നെ ഈ പകൽ സമയം, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലോ, ആ സമയത്ത് പൊതുയിടങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാലോ കൃത്യമായി നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായി ജാഗ്രതാ നിർദ്ദേശമായി അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കേണ്ടി വരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നലുകൾ, ഈ വെയിറ്റിംഗ് ഷെഡുകൾ, ഇവിടെയൊക്കെ തന്നെ കുടിക്കുന്നതിന് വേണ്ടി ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി തണ്ണീർ പന്തലുകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് എപ്പോഴെത്തിക്കഴിഞ്ഞാലും ഹർത്താൽ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഈ സമയത്തൊക്കെ ഒട്ടനവധി ആളുകളെ കാണുന്ന ഒരു സ്ഥലമാണ്. കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ പല കടകളും അടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ചൂടായതുകൊണ്ട് തന്നെ, ചൂട് കൂടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകളൊക്കെ തന്നെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരുന്നാലും ടൂറിസം കേന്ദ്രങ്ങളിലേക്കായാലും അവരുടെ ഒഴുക്കൊക്കെ തന്നെ വലിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. 36 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പോലും സാധാരണക്കാൾ 36 ആണെങ്കിൽ അതിൽ നിന്ന് 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഈ ചൂട് എങ്ങനെയുണ്ട് ചേട്ടാ? കാരണം നിങ്ങൾ പൊതുവിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരാണ്, എപ്പോഴും ഈ ചൂടത്തേന് നിൽക്കുന്നതാണ്. എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടായിരിക്കും, സഹിക്കാൻ വയ്യാത്ത ചൂട്. ആളുകൾ എത്തുന്നതൊക്കെ കുറഞ്ഞു അല്ലേ? പൂക്കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് വരവൊക്കെ കുറവാണോ? ആളെ കല്യാണങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. ആളെ കല്യാണം കൃത്യമായി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ ഈ ജോലി ചെയ്യുമ്പോൾ? ആവശ്യത്തിന് തന്നെയാണ് അനുജ. കാരണം നമ്മൾ സാധാരണ കാണുന്നത് പോലെ നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി കുടിക്കാൻ വേണ്ട വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇവരൊക്കെ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, സാധാരണ നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൊന്നും ഈ സമയത്തൊന്നും ഈ തിരക്കല്ല കാണുന്നത് അല്ലേ? അല്ല, ഈ സമയം തിരക്ക് ഇപ്പം കുറവാണ്. 4 കഴിഞ്ഞാൽ തിരക്ക് കയറത്തുള്ളൂ. ചൂടും കാരണമാണ്. കുറവാ, ഭയങ്കര കുറവാ. ആളില്ല. ചൂട് കാരണമല്ലേ? പിന്നെ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ തുറക്കാതിരിക്കാൻ ഒക്കില്ല. വാടകയ്ക്ക് ഇരിക്കുന്ന കടകളൊക്കെ വാടക കൊടുക്കണ്ടേ? അപ്പോൾ കട തുറന്നേ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? കച്ചവടത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്.
പൂവിന്റെ വരവൊക്കെ പ്രശ്നമാണ്. വരവൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിനുള്ള ചെലവില്ല. വില എങ്ങനെയാണ്? വിലയൊക്കെ മീഡിയം വരെയേ ഉള്ളൂ. 100 രൂപ പിച്ചിക്കുന്ന 200 രൂപ വരെ, മുല്ല 100 രൂപ 100 രൂപ വരെ. വാങ്ങിയ ആൾ വേണ്ടി, അതുകൊണ്ട് കുറച്ച് നമ്മൾ ചൂട് കാരണം ആൾക്കാർ ഇറങ്ങുന്നില്ല. അത്ര മതി ചൂടിലടിക്കും. ഇവിടെ പിന്നെയും കുഴപ്പമില്ല, അങ്ങോട്ടൊക്കെ ചാലയ്ക്കകത്ത് കയറാക്കുന്നില്ല, അമിയുന്നു. വണ്ടി പോകുമ്പോൾ ഭയങ്കര തിളക്കി. സമയത്തൊക്കെ നിങ്ങൾ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നില്ലേ? അവിടെ തന്നെ കാണും. ശരി, അനുജ, അത് തന്നെ. കാരണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊതുവിടങ്ങളിൽ ഈ കച്ചവടക്കാർക്ക് എത്തിയാലേ സാധിക്കുകയുള്ളൂ. ഈ ചൂടത്തും അവർ ഈ കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൂക്കടയൊക്കെയാണ്. അവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓരോ ദിവസം വിറ്റ് പോകുകയുള്ളൂ. ഇവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗം അതാണ്. കാരണം പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ആളുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ദിവസം വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയില്ല. അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാരും പ്രതിസന്ധി അനുഭവിക്കുകയാണ്. കാരണം ചൂട് കൂടിയതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിലേക്ക്, പൊതുവിടങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ല. പക്ഷേ മന്ത്രി ഇന്ന് നിർദ്ദേശമായി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമായി പറഞ്ഞതും ഈ കാര്യങ്ങൾ തന്നെയാണ്. കാരണം അത്യാവശ്യം, അത് ആവശ്യമായ കാര്യങ്ങൾ മാത്രമല്ല, അത്യാവശ്യ കാര്യങ്ങൾ ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഈ 11 മണി മുതൽ, പകൽ സമയത്ത് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ പൊതുയിടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാലും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ സ്വയം ഏർപ്പെടുത്തണം. സ്വയം പ്രതിരോധം തീർത്താൽ മാത്രമേ നമുക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ. കച്ചവടക്കാരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ കച്ചവടത്തെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നതിലൊക്കെ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ശ്രീജിത്ത് ശ്രീകുമാറിലേക്കാണ്. ശ്രീജിത്ത്, നമുക്കറിയാം പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ വലിയ ചൂടാണ്. അതിൽ പാലക്കാട് 40 ഡിഗ്രി കടന്നു പോയിട്ടുണ്ട്. ഒരു ഉഷ്ണതരംഗ സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അനുജ, അല്പസമയം മുൻപാണ് റവന്യൂ മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടതും ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതും. അതിൽ ഇതിന്റെ മുഴുവൻ ഏകോപന ചുമതല വാട്ടർ കിയോസ്കുകൾ അടക്കം പല മേഖലകളിലും സ്ഥാപിക്കേണ്ട ഏകോപന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനടക്കം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ മേഖലകളിൽ മന്ത്രി രാജൻ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ അസുഖമുള്ളവർ, ഗർഭിണികളായവർ, തീർത്തും നന്നേ ചെറിയ കുട്ടികളൊക്കെ സേഫ് ക്വാറന്റൈൻ അല്ലെങ്കിൽ സെൽഫ് ക്വാറന്റൈൻ ഇത് പാലിക്കണമെന്നാണ് പറയുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ തുടർന്നിരുന്നത് അത് പാലിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂരത്തിലാണ്. തൃശ്ശൂർ പൂരം നമുക്കറിയാം നിരവധി ആളുകൾ എത്തേണ്ട ഒരു മേഖലയാണ്. പക്ഷേ ഈ തെക്കേ ഗോപുരം നട തുറക്കുന്ന ആ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ തൃശ്ശൂരിലെ ആ നഗരവീതി പൂർണ്ണമായി കാലിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഒന്ന് വെയിലാറിയിട്ട്, ഇപ്പോഴും നല്ല ചൂടാണ്, വെയിലിന് നല്ല ചൂടുണ്ട്, ഇനി ഒന്ന് വെയിലാറിയിട്ട് മാത്രമേ ആളുകൾ പോവുകയുള്ളൂ. അനുജ് സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് വന്നിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലും അതിനോടടുത്ത് തന്നെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യത ഉണ്ട് എന്ന് തന്നെ മന്ത്രി രാജൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അത് പാലിക്കണം, കർശനമായി തന്നെ പാലിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ നൽകിയിട്ടുള്ളത്. രാവിലെ പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ വെയിലത്ത് 11 മണിക്ക് ശേഷം പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരാൾക്ക് സൂര്യാതപം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കാറിൽ AC ഇടാതെ ഗ്ലാസ് എല്ലാം തുറന്നിട്ട് വാഹനത്തിൽ പോകുന്ന സമയത്ത് വയറിനാണ് വ്യാപകമായ തോതിൽ പൊള്ളലേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഡിസ്ചാർജ് ആയത്. അങ്ങനെ ഉഷ്ണതരംഗ സാധ്യതയുണ്ട്, സൂര്യാതപ സാധ്യതയുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സമയക്രമമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അനുസരിച്ച് മാത്രമേ ജോലി ചെയ്യാൻ പാടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒരു റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്നാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. പൂരത്തിന് വരുന്നവരൊക്കെ വളരെ വെള്ളം കുടിച്ച്, പരമാവധി തണ്ണീർ പന്തലുകളിലൊക്കെ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. അനുജ, അതാണ് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഏറ്റവും പുതിയ സാഹചര്യം. ഇനി കോഴിക്കോട്ടേക്കാണ്. ദിലിഷ തിലകനുണ്ട്. ദിലിഷ, കോഴിക്കോട് ഒന്നിലേറെ സൂര്യാതപ കേസുകൾ നമ്മൾ കേട്ടു. അല്പസമയം മുൻപാണ് കൊടുവള്ളിയിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 20-കാരന് സൂര്യാതപമേറ്റു എന്ന ഏറ്റവും പുതിയ വാർത്ത വന്നതും. തീർച്ചയായിട്ടും അനുജ, വലിയ ചൂടാണ്, സൂര്യാതപത്തിന്റെ വാർത്തകളും കൂടി വരികയാണ്. ഇന്ന് തന്നെ 2 പേർക്കാണ്, ഒന്ന് താമരശ്ശേരിയിലും മറ്റൊന്ന് കൊടുവള്ളിയിലും, അതും വാഹന യാത്രികർക്കാണ് സൂര്യാതപമേറ്റത്. നമ്മൾ അല്പസമയം മുമ്പ് നമ്മൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും കൂടുതൽ ബസ് ജീവനക്കാരോടൊക്കെ സംസാരിച്ച സമയത്ത് പലർക്കും യാത്രകൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അത്രയ്ക്ക് ചൂടാണ്. ഇപ്പം നമ്മളുള്ളത് മിഠായി തെരുവിലാണ്, SM സ്ട്രീറ്റിൽ. ഈ ഒരു സമയത്ത് സാധാരണ ഇത്ര തിരക്കല്ല ഉണ്ടാകാറ്, വലിയ തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. എന്നാൽ പോലും
ഇപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. വ്യാപാരത്തെ വലിയ രീതിയിൽ ഈ ചൂട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പുറത്തേക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 തണൽ മരങ്ങളുണ്ട്. ആ 2 തണൽ മരങ്ങൾക്ക് കീഴിൽ ഒട്ടനവധി മനുഷ്യർ വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മരങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അത് നൽകുന്ന ആശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാകും. ചേട്ടാ, ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുകയാണ്, അത്രയും ചൂടാണല്ലേ? ചൂടായത് കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, അസാധ്യ ചൂടായത് കാരണം നമ്മൾ തണുത്തതൊക്കെ കഴിക്കുകയാണ്. ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യുക സാധാരണ? ഉച്ച സമയത്ത് ഇപ്പം ഞങ്ങൾ ആരും തന്നെ പുറത്തിറങ്ങാറില്ല. കാരണം വെച്ചാൽ ഒരു 3 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ്. അനുജ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ തണ്ണീർ പന്തലുകൾ അത് കൂടുതലായിട്ട് എല്ലായിടത്തും സ്ഥാപിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോഴിക്കോട് നഗരത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം മുമ്പാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു തണ്ണീർ പന്തൽ സ്ഥാപിച്ചത്. സൗജന്യ സംഭാര വിതരണം, നാരങ്ങ വെള്ള വിതരണമൊക്കെ ഉണ്ട്. എന്നാൽ പോലും കൂടുതൽ ഇത്തരത്തിൽ തണ്ണീർ പന്തലുകൾ ആവശ്യമാണ്. എന്നാൽ തന്നെ അത് ആളുകൾക്ക് കുറച്ചധികം ഉപകാരപ്രദമാകുകയുള്ളൂ. എന്താണ് ചൂടത്ത് ഇങ്ങനെ നടക്കുന്നത്? നല്ല ചൂടല്ലേ? എന്നിട്ട് എന്താ സാധനം മേടിക്കാൻ വന്നതാ? ബാഗൊക്കെ വാങ്ങാൻ വന്നതാ. സ്കൂള് തുറക്കാനായോ? ആവുന്നേ ഉള്ളൂ. ഈ ചൂടത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കരുത് കേട്ടോ. എന്തായാലും വ്യാപാരികളുണ്ട്, അതായത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. എന്നാലും കൂടുതൽ തെരുവ് കച്ചവടക്കാരാണുള്ളത്. അവരെയാണ് ഈ ചൂടൊക്കെ കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. ചേട്ടാ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടല്ലേ? വേർത്തൊലിക്കുകയാണ്. വേർത്തൊലിക്കുന്നുണ്ട്. ലേശം നടന്നു വന്നതാണ്. നല്ല ചൂടാണ്, നല്ല വേർത്തൊലിക്കുന്നുണ്ട്. തണല് കണ്ടപ്പോൾ ഇരുന്നാണ്. അനുജ, സാധാരണ ഒരു 3-3:30 ശേഷമൊക്കെ പുറത്തിറങ്ങാന്ന് പറയുമെങ്കിലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട പോലെ ചേട്ടനൊക്കെ അങ്ങ് വേർത്തൊലിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 4:30 മണിയായി. 4:30 സമയത്തും ഭയങ്കര ഉഷ്ണമാണ് എന്നുള്ളതാണ്. കൂടുതൽ ഈ തെരുവ് കച്ചവടക്കാരുണ്ട്, അവരോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ചൂട്, സൂപ്പർ ചൂട്. സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്? അതെ അതെ. സാധനങ്ങളൊക്കെ രാവിലെ മേടിക്കുക അല്ലെങ്കിൽ വൈകിട്ട് വാങ്ങുന്ന തരത്തിലേക്കൊക്കെ ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്തൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ബാഗ് വാങ്ങിക്കേണ്ടുന്ന സമയമൊന്നും ആയിട്ടില്ല. സ്കൂളൊക്കെ തുറക്കാറാകുന്നതേ ഉള്ളൂ, ഇനിയും സമയമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ചൂടത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഇറങ്ങി നടക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. സ്വയം നിയന്ത്രണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.